അതീവ സുന്ദരിയായി നിൽക്കുന്ന കീർത്തിയുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ അധികം ആളുകളില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് ആരാധകർ. എവിടെയാണ് ആന്റണി തട്ടലിന്റെ കുടുംബക്കാർ എന്ന് ചോദിച്ചെത്തുന്ന പ്രേക്ഷകർക്ക് ഒരു മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വൈകുന്നേരം ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ ചടങ്ങുകൾ നടക്കുമെന്നും അതിലായിരിക്കും കൂടുതലും ആന്റണിയുടെ ബന്ധുക്കൾ എത്തുക എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ കീർത്തി സുരേഷ് വിവാഹിതയായത് ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകരെല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 19 കീർത്തി സുരേഷ് വിവാഹിതയാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത്. എന്നാൽ ഇതിൽ കുടുംബമോ താരമോ ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. സ്ഥിരീകരണം വന്നതിന് പിന്നാലെ ഇപ്പോൾ കീർത്തി തന്നെയാണ് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. നവംബർ 27 പ്രണയം പൂവണിയാൻ പോകുന്നുവെന്ന വിവരം കീർത്തി സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 15 വർഷം ആന്റണിയും കീർത്തിയും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നത്. കോളേജിന് മുൻപ്, അതായത് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ ഉടനെ തന്നെ കീർത്തിയുടെയും ആന്റണിയുടെയും പ്രണയം തുടങ്ങിയിരുന്നു. അന്നു മുതൽ പ്രണയത്തിലായ ഇരുവരും പിന്നീട് വീട്ടിൽ സംസാരിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇവരുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ പ്രേക്ഷകരെല്ലാവരും ഇരുകൈയും നീട്ടി ഇവരുടെ പ്രണയ വാർത്ത ഏറ്റെടുക്കുകയാണ്. ക്രിസ്ത്യൻ പയ്യനെ ബ്രാഹ്മൺ രീതിയിൽ ബ്രാഹ്മണ പയ്യനായി എത്തിച്ചത് കീർത്തി സന്തോഷിക്കാനാണ് എന്നും കീർത്തിയുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്നും പറയുന്നു. അമ്മയുടെ രീതിയിൽ അയ്യങ്കാർ രീതിയിൽ തന്നെ വളർന്ന ഒരു വെജിറ്റേറിയൻ കുട്ടി തന്നെയാണ് കീർത്തി സുരേഷ് എന്ന് പലപ്പോഴും വാർത്തയിൽ ഉൾപ്പെടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകളെല്ലാം കീർത്തിയുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം അനുസരിച്ച് തന്നെയാണ് കീർത്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കീർത്തിയുടെ ആ സ്വപ്നം നടത്തിക്കൊടുത്തിരിക്കുകയാണ് ആന്റണി. അതുകൊണ്ട് തന്നെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും വീട്ടിൽ തന്നെ ക്രിസ്ത്യൻ രീതിയിലൊരു വിവാഹം കൂടി നടക്കും. അപ്പോഴായിരിക്കും ആന്റണിയുടെ കൂടുതലും ബന്ധുക്കൾ അവിടെ എത്തുക. ഇപ്പോൾ കീർത്തിയുടെ അടുത്ത ബന്ധുക്കളും, അതായത് മേനകയുടെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് എത്തിയിട്ടുള്ളത്. സുരേഷിന്റെ മേനകയുടെ ബന്ധുക്കൾ അവിടെ എത്തുകയും അയ്യങ്കാർ ബ്രാഹ്മൺ രീതിയിലുള്ള വിവാഹത്തിന് അനുഗ്രഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആന്റണി തട്ടലിന്റെ അടുത്ത ബന്ധുക്കൾ, അതായത് അച്ഛനും അമ്മയും അതുപോലെയുള്ള അടുത്ത ആൾക്കാർ മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇവരുടെ സുഹൃത്തുക്കൾ മാത്രം മതി ഇവിടെ ഇവർക്ക് ആഘോഷം നൽകാനായി. അവരെല്ലാവരും തന്നെ രാവിലെ മുതലേ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെ നിൽക്കുന്നുമുണ്ട്. പ്രണയം പൂവണിഞ്ഞ നിമിഷം എന്ന് തന്നെയാണ് കീർത്തിയും ആന്റണിയും ഈ ഒരു ദിവസത്തെക്കുറിച്ച് ഓർത്ത് പറയുന്നത്. പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഇതാ ഈ വാർത്ത. കീർത്തിക്കും ആന്റണിക്കും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ പ്രണയം പൂവണിയതിൽ സന്തോഷമുണ്ട് എന്നും പറയുന്നുണ്ട്. ബാലതാരമായി വെള്ളിത്തിരയിലെത്തിയ താരമാണ് കീർത്തി സുരേഷ്. ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ നായികയായും അരങ്ങേറ്റം കുറിച്ചു. നിരവധി സിനിമകളിൽ അഭിനയിച്ച താരം തമിഴിലും തെലുങ്കിലുമായി നിൽക്കുകയാണ്. ഇപ്പോൾ മലയാളത്തിൽ കുറച്ച് സിനിമകൾ മാത്രമാണ് താരം ചെയ്യാറുള്ളത്. അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് കീർത്തി സുരേഷ് എന്ന് നമുക്ക് പറയാനും സാധിക്കും. കൊച്ചി സ്വദേശിയാണ് ആന്റണി തട്ടിൽ. ബിസിനസ്സുകാരനാണ്. കൊച്ചിയിലും ദുബായിലും ബിസിനസ്സുള്ള ആന്റണി ആസ്പിരസോ വിൻഡോസ് സൊല്യൂഷൻസ് മേധാവിയാണ്. ചെന്നൈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണിത്. സിനിമാ നിർമ്മാതാവും നടനുമായ ജി സുരേഷ് കുമാറിന്റെ നടി മേനകയുടെയും രണ്ടാമത്തെ മകളാണ് കീർത്തി സുരേഷ് എന്നത് എല്ലാവർക്കും അറിയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.